നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റെ നേതൃത്വത്തിൽ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം നീതി സ്റ്റുഡൻസ് മാർക്കറ്റ് ആരംഭിച്ചു. നിയുക്ത മണലൂർ MLA പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. മനുഷ്യ വിഭവ വികസനമാണ് ശരിയായ വികസനം എന്ന് ലോകം പതുക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൂലധനാധിഷ്ഠിതമായ ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ടുള്ളതാണ് വികസനമെന്ന് പൊതുവിലൊരു ധാരണ ഉണ്ടായിരുന്നു. അത് മാറി എന്ന് മനുഷ്യ വിഭവ വികസനത്തിന് ഊന്നൽ നൽകുകയും വികസിപ്പിക്കപ്പെട്ട മനുഷ്യ വിഭവത്തിന് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാകുകയും ചെയ്യുകയാണ് വേണ്ടത് എന്ന് അമർത്യാസേനൊക്കെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ലോകം തിരിച്ചറിയുക. അതുകൊണ്ട് മനുഷ്യ വിഭവ വികസനമാണ് യഥാർത്ഥ വികസനം, അല്ലെങ്കിൽ അതിൻ്റെ അടിത്തറ. ആ ലക്ഷ്യത്തിൽ സഹകരണ ബാങ്ക് പ്രവർത്തിക്കുമ്പോൾ പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന പ്രക്രിയയിൽ ഇടപെടുന്നതാണ് ശരി. കാർഷിക മേഖലയിൽ ഇടപെടുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം പ്രധാനപ്പെട്ടതാണ് പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിൽ, മനുഷ്യ വിഭവം വാർത്തെടുക്കുന്നതിൽ ഇടപെടുക എന്ന്. റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് സ്റ്റുഡന്റ് മാർക്കറ്റിന്റെ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ KS കിരൺ, പ്രിൻസിപ്പൽ VB സജിത്ത് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അമൽ T പ്രേമൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ദിനേശ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നൌമി പ്രസാദ്, ഐഷ B മുഹമ്മദ്, KK അജിത്കുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ KR ഹരി, ഷീബ സതീഷ്, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ ഹരിലാൽ മാണിയത്ത്, ഡോക്ടർ KB സജു, മുസ്തഫ കമാൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ഷീന വിശ്വൻ, അബ്ദുൾ സമദ്, MU ഉമറുൽ ഫാറൂഖ്, ഷൈന ജയപ്രകാശ്, CDS ചെയർപേഴ്സൺ സുബൈദ അബ്ദുൽ ജബ്ബാർ, AV പ്രദീപ് ലാൽ, ബാങ്ക് വൈസ് പ്രസിഡന്റ് AG സുഭാഷ്, ഡയറക്ടർ BS ജോത്സന എന്നിവർ സംസാരിച്ചു. പൊതുവിപണിയിൽ ഇടപെടുന്നതിൻ്റെ ഭാഗമായി പഠന ഉപകരണങ്ങൾക്ക് വിപണി വിലയേക്കാൾ 50% വരെ യഥാർത്ഥ വിലക്കുറവിലാണ് റൂറൽ ബാങ്ക് സ്റ്റുഡൻസ് മാർക്കറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വലപ്പാട്, പെരിഞ്ഞനം, ഏങ്ങണ്ടിയൂർ എന്നിവിടങ്ങളിലും റൂറൽ ബാങ്ക് സ്റ്റുഡൻസ് മാർക്കറ്റ് ആരംഭിച്ചിട്ടുണ്ട്.